Hi friends, Tbsp മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി കോളിഫ്ലവർ ഫ്രൈ ആണ്. നമ്മളൊക്കെ ഫെസ്റ്റിനൊക്കെ പോകുമ്പോൾ നമ്മൾ കടകളിൽ നിന്ന് കോളിഫ്ലവർ ഫ്രൈ വാങ്ങി കഴിക്കാറുണ്ട്. എന്നാൽ നമ്മൾ വീട്ടിൽ വന്ന് തയ്യാറാക്കുമ്പോൾ അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടാറില്ല. എന്നാൽ ഇന്ന് അതേ ടേസ്റ്റിൽ എങ്ങനെ ഈസി ആയിട്ട് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് റേഷ്യഡിയസിൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കുക്കിംഗ് DIY ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1/2 കിലോ കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇത് അരിഞ്ഞെടുത്ത് വാഷ് ചെയ്തതിന് ശേഷം വെള്ളം തിളപ്പിച്ച് അതിലിട്ട് വെച്ചതാണ്. അരമണിക്കൂർ തിളപ്പിച്ച വെള്ളത്തിലിട്ടിരുന്നു. അതിൽ കൂടെ മഞ്ഞയും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളപ്പിച്ച് അതിൽ മഞ്ഞയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഞാൻ അരമണിക്കൂർ ഇത് വെച്ചിരുന്നു. ഇനി നമുക്കിതിൻ്റെ കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടിയും കോൺഫ്ലവറാണ് എടുക്കുന്നത്. രണ്ട് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ കോൺഫ്ലവർ മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അതിനുശേഷം ഇതിലോട്ട് 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ രണ്ടും അരിപ്പൊടിയും കോൺഫ്ലവറും ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ, അതായത് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റുമാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിലോട്ട് 1 ടീസ്പൂൺ ഫെന്നൽ പൗഡർ, അതായത് നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് തന്നെ നമുക്ക് നല്ല അത്യാവശ്യം എരിവ് കിട്ടും. പക്ഷേ ഭയങ്കര സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമുക്കിതിന് ആ സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, നമ്മുടെ നാരങ്ങയുടെ നീരും 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു പുളിപ്പ് അതിന് കിട്ടും. അപ്പോൾ എരിവും പുളിപ്പും കൂടെ ആകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഇതിന് വരുന്നത്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്നും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഒരുപാട് തിക്കുമല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്തൊരു രീതിയിലുള്ള ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ടൈമിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി കോളിഫ്ലവറിൽ ഉപ്പിട്ടാണ് വെള്ളത്തിലിട്ടത്, എന്നാലും ബാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മസാല മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, ഈ ഒരു രീതിക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് മാറ്റി വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം ഈ മസാല മിക്സുമായിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ എല്ലാ കോളിഫ്ലവറിലും ഈ മസാല അതിലൊന്ന് ആയി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. എന്നാൽ ഏറ്റവും നല്ലത് ഇതൊരു 30 മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ തന്നെ വെച്ചേക്കുക. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് കോളിഫ്ലവറിൽ പിടിച്ചിട്ട് വരും. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 30 മിനിറ്റ് വെച്ചപ്പോൾ നമ്മുടെ ആ മസാല കൂട്ടൊക്കെ നന്നായിട്ട് ആ കോളിഫ്ലവറിൽ പിടിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമേ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇടാവുള്ളൂ, അല്ലെങ്കിൽ എണ്ണ ഫുള്ള് കോളിഫ്ലവറിൽ അബ്സോർവ് ആയി പോവും. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഓരോ പീസായിട്ട് ഇങ്ങനെ ഫുൾ നമ്മുടെ ചൂടായ എണ്ണയിൽ ഇടണം.
എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമേ നമ്മൾ കോളിഫ്ലവർ ഇതിലോട്ട് ഇടാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം മീഡിയത്തിലേ വെക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പുറത്ത് പെട്ടെന്ന് വേവുകയും അകത്ത് വേവാണ്ട് പിന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഇതിലോട്ട് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. കരിവേപ്പില ആഡ് ചെയ്യുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് അത്യാവശ്യം നിറയെ കരിവേപ്പില നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് ബാക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കരിവേപ്പിലയും കൂടെ ഇട്ടപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. കണ്ടോ, നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് നമുക്കിതെടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റി ക്രിസ്പി കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നല്ല എരിവും പുളിവും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിത് വെറുതെ കഴിക്കാണ്ട് ഇതുപോലെ ടൊമാറ്റോ സോസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിരിക്കുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.